എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1712 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ഷർമദ് ഖാൻ. അദ്ദേഹം തിരുവനന്തപുരത്തെ വർക്കല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ആയുർവേദത്തിനെ സംബന്ധിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ ഷർമദ് ഖാന്റേതായ ഒരു മേഖല തന്നെ സ്വതന്ത്രമായി വെട്ടി തുറന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം പുസ്തക പരിചയമാണ്. ഡോക്ടർ ഷർമദ് ഖാൻ അടുത്ത കാലത്തായിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് ഒന്ന് രോഗിയാകാൻ എന്താ എത്ര ധൃതി, രണ്ടാമതൊന്ന് മരുന്ന് മാത്രമാണോ ചികിത്സ. ഇങ്ങനെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും വിവരിക്കാനായിട്ട് ഡോക്ടർ ഷർമദ് ഖാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് ഡോക്ടർ ഷർമദ് ഖാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ ഷർമദ്? നമസ്കാരം. കേൾക്കാം. ശരി, കാണുകയും ചെയ്യാലോ. ഓക്കെ, സന്തോഷം. ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ പുസ്തകം രണ്ടെണ്ണം എഴുതിയത്, അതിൽ ആദ്യത്തേത് മരുന്ന് മാത്രമാണോ ചികിത്സ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് രോഗിയാകാൻ ഇത്ര ധൃതി എന്തിന്. എനിക്ക് തോന്നുന്നു രണ്ട് പുസ്തകങ്ങളുടെയും പേരുകൾ കൊണ്ട് തന്നെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതില് ഇപ്പൊ കാണുന്നൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ പുസ്തകങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം പലതരത്തിലുള്ള അനുമതികൾ വേണം. അനുമതികൾ വാങ്ങിയാലേ നമ്മൾ സ്വാഭാവികമായിട്ടും അത് പ്രസിദ്ധീകരിക്കുന്നതിന് യോഗ്യതയുള്ളവരായി മാറുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളാണിവ. മൂന്നാമത്തെയും നാലാമത്തെയും രണ്ട് പുസ്തകങ്ങൾ കൂടി ഇപ്പോൾ പണിപ്പുരയിലാണ്. അത് ഈ രണ്ട് പുസ്തകങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. അത്തരമൊരു പുസ്തക രചനയും കൂടി നമ്മുടെ ആ ഒരു ചെയ്യുന്ന ജോലിയുടെ ഭാഗമാകണം എന്ന് വിചാരിക്കുവാനുള്ള പ്രധാന കാരണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലും പുസ്തകരചനയിലേക്ക് മാത്രമായി മാറിയതല്ല. ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ISM ഡിപ്പാർട്ട്മെന്റിലും 10-20 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടീസ് ഇക്കാര്യത്തിൽ അത് കാരണം ലഭിച്ച ഒരു എക്സ്പീരിയൻസും ഒക്കെ ഈ പുസ്തകങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഒന്ന്, ആദ്യ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ മരുന്ന് മാത്രമാണോ ചികിത്സ എന്നുള്ള ചോദ്യം തന്നെ ചോദിക്കുവാനുള്ള കാരണം, നമ്മുടെ അടുത്ത് വരുന്ന പ്രത്യേകിച്ചും ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് രോഗിയായി എത്തുന്ന ആൾക്കാരുടെ ഒരു പൊതുവായ ധാരണ എന്ന് പറയുന്നത്, ഒരു പണ്ട് കാലത്തൊക്കെ 35 വയസ്സിന് ശേഷം രോഗിയാകും, എന്തായാലും ഏതെങ്കിലും രോഗം തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 16 വയസ്സാകുമ്പോൾ ഒന്നുകിൽ തൈറോയിഡ്, ചിലപ്പോൾ അതിന് മുമ്പേ തൈറോയിഡ്, അതല്ലെങ്കിൽ അതുപോലുള്ള അസിഡിറ്റി ഒക്കെ ഇപ്പൊ തുടങ്ങുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. അലർജി രോഗങ്ങൾ തുടങ്ങുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. ലിപ്പിഡ് പ്രൊഫൈൽ വർദ്ധിച്ചിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗവുമായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ ക്രമീകരണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർ ആദ്യം ചോദിക്കുന്നത്, ഡോക്ടറെ, സർക്കാർ വാങ്ങി തന്നിരിക്കുന്ന ഈ മരുന്നുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഷെൽഫിൽ വെക്കാനുള്ളതാണോ അതേ ഞങ്ങൾക്ക് തരാനുള്ളതാണോ എന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. അതായത് മരുന്ന് കഴിക്കാൻ മനുഷ്യനൊരു മടിയുമില്ലാത്ത കാലത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോ എന്നിട്ട് അയാൾ പറയുന്നത്, ഡോക്ടറെ, ഒരു മാസം ഞാൻ ഇനി ലിപ്പിഡ് പ്രൊഫൈൽ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഭക്ഷണം ക്രമീകരിക്കണം, അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന പഥ്യങ്ങളൊക്കെ നോക്കണം, മരുന്ന് കഴിക്കാതെ എക്സസൈസ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിനേക്കാൾ എത്രയോ ഭേദമാണ്
ആ 1 മാസത്തേക്കുള്ള മരുന്ന് തന്നാൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. അതാണ് അവരുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു, അല്ലെങ്കിൽ എത്തിക്കുകയായിരുന്നു ചിലർ. അതുകൊണ്ട് ലാഭമുണ്ടാക്കിയ ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് എത്ര നാൾ ഇങ്ങനെ ആരോഗ്യത്തോടെ പോകും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ആകുലത. ഈ പുസ്തകം എഴുതുമ്പോഴുള്ള ആകുലത. പണ്ട് കാലത്തൊക്കെ ഒരു 65 വയസ്സ് വരെ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 45-50 വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങും. അടുത്തൊരു 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ജീവിതശൈലി രോഗം ഉണ്ടായെന്നിരിക്കും, അതും കൂടെ മരുന്ന് കഴിച്ചോളും. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. ഒരു 45, 50, 60 വയസ്സാകുന്ന ആൾ പിന്നെയും അവർ 80 വയസ്സിന് മുകളിൽ വരെ ജീവിച്ചിരിക്കുമ്പോൾ 5-6 ജീവിതശൈലി രോഗങ്ങളും അതിനുവേണ്ടി വർഷങ്ങളോളം കഴിക്കുന്ന മരുന്നും ആ മരുന്നുകൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ ആ മരുന്നുകൾ തന്നെ ദീർഘനാൾ കഴിക്കുന്നത് കാരണം എന്തായിരുന്നു അവരുടെ രോഗം, ആ രോഗത്തെക്കാൾ 10 മടങ്ങ് മൂർച്ചയുള്ള മറ്റു രോഗങ്ങളുമായി പിന്നെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഉണ്ടായ രോഗം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി ആകാം. ഇതിനുള്ള മരുന്ന് വർഷങ്ങളോളം കഴിച്ചിട്ടുണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ആയി മാറുന്നു. ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അപ്പൊ ഇത് എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരാളിൽ തന്നെ ആദ്യം ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് മരുന്ന് കഴിച്ച് അത് മറ്റൊരു രോഗം അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗം ഉണ്ടാകുമ്പോൾ ആ രോഗി തന്നെ പിന്നെയും വിചാരിക്കുന്നു എനിക്ക് പണ്ടേ ക്യാൻസർ ആയിരുന്നു, അന്ന് ചികിത്സിച്ച ഡോക്ടറൊന്നും തന്നെ ഇത് മനസ്സിലാക്കാതിരുന്നതാണ് കാരണം എന്ന് പറഞ്ഞിട്ടും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ പുസ്തകത്തിൽ കുറെ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയത് എൻ്റെ മനസ്സിൽ തട്ടിയ പേരുകൾ ഞാൻ വീണ്ടും അടുത്ത പുസ്തകത്തിന് ആവർത്തിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ മരുന്ന് മാത്രമാണോ ചികിത്സ എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരുന്ന് മാത്രമാണ് ചികിത്സ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ ധാരണകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ എൻ്റെ ചോദ്യം ആ പുസ്തകത്തിൽ ചാപ്റ്ററിലെ രോഗിയാകാൻ ഇത്ര ധൃതി എന്തിന് എന്നായിരുന്നു. അതാണ് ഇപ്പൊ രണ്ടാമത്തെ പുസ്തകത്തിന്റെ ടൈറ്റിൽ. ഇതോടൊപ്പം ഞാൻ ഈ രോഗികളായിട്ടുള്ള ആൾക്കാർ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്നൊരു ചാപ്റ്റർ ഉൾപ്പെടുത്തി. ശരിക്കും പറഞ്ഞാല് ഞാൻ രോഗിയാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. രോഗിയാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. കാരണം സാധാരണ ഇന്ന് കാണുന്നത്, ഇപ്പൊ ഞാൻ പത്തനംതിട്ട ജില്ലയില് അവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ ഒരു 12.5 വർഷം ഒരുപോലെ അറ്റേ സ്ട്രെച്ച് ചികിത്സിച്ചിരുന്ന ആളാണ്. ആ സമയത്ത് അവിടെ വന്നൊരു അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. സാധാരണ സ്ഥിരം ഡോക്ടർമാർ അങ്ങോട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. രോഗി വന്നിരിക്കുമ്പോൾ തന്നെ അമ്മച്ചി പ്രഷർ ഉണ്ടോ? അപ്പൊ അമ്മച്ചി പറഞ്ഞു ഇല്ല. കൊളസ്ട്രോൾ ഉണ്ടോ? അതുമില്ല. അപ്പൊ ഡയബറ്റിസ് കാണുമായിരിക്കും. തൊട്ടടുത്ത അമ്മച്ചിയുടെ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പൊന്നു ഡോക്ടറെ, ഈ വക സർക്കാർ രോഗങ്ങളൊന്നും എനിക്കില്ല. കാരണം ഇതുപോലെ മരുന്ന് വാങ്ങി വെച്ച്, നമുക്ക് തന്നെ അറിയാലോ, ജീവിതശൈലി രോഗങ്ങൾ മാറ്റുവാൻ വേണ്ടി നമ്മൾ ഇത്ര രോഗികൾക്കെന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങി വെച്ച് ആ രോഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ വരുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മരുന്നുകൾക്ക് അനുസരിച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കുകയും അതുപോലെ രോഗങ്ങൾ അത് ഇത് ഇന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി എന്നുള്ളത് അമ്മച്ചിക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് സർക്കാർ വക രോഗങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന മരുന്ന് ഇവിടെ തന്നെ വെച്ചോ, ആ രോഗം എനിക്കില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പലവിധ രോഗങ്ങൾ ഏതൊക്കെയാണ്, അധ്വാനവും വിശ്രമവും എന്താണ്, ഈ വിശ്രമം തന്നെ ആലസ്യത്തിലേക്ക് ആയി പോകുന്നില്ലേ എന്നൊരു ചോദ്യം ഈ ചാപ്റ്ററുകളുണ്ട്. ഇന്ന് പലരും അധ്വാനിക്കുക എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, അധ്വാനിക്കുന്നവന് മതി വിശ്രമം, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അധ്വാനിക്കാത്തവനും ഒരുപാട് വിശ്രമിക്കുന്നു. അത് വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്വാനത്തിലൂടെ ഉണ്ടായ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള വിശ്രമമല്ല ഇപ്പോ. പകരം ആലസ്യത്തിലാണ് മനുഷ്യൻ. മൊബൈലും നോക്കിയൊക്കെ എത്ര മണിക്കൂർ വേണേലും ഇരിക്കും, ഒരു ജോലിയും ഇല്ലാതെ എത്ര നേരം വേണേലും ഇരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നമുക്ക് മുന്നിൽ നമ്മൾ തൊഴിലിന് വേണ്ടി വിളിക്കുന്ന ബംഗാളിയാണ് കേരളീയനേക്കാൾ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിൽ ഇന്ന് ജീവിക്കുന്നത്.
അപ്പോ അവരുടെ പെർ ക്യാപിറ്റ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയോ കുറവാണ് കേരളീയനേക്കാൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്, പക്ഷെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇപ്പോ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ആഹാരം തന്നെ ഔഷധം എന്ന് പല മഹാന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ആഹാരത്തിനെ ഔഷധമായിട്ട് ആരും കാണുന്നില്ല. പകരം കുട്ടികൾ പോലും, മുതിർന്നവരും അങ്ങനെ തന്നെ, നല്ല മണമുള്ള, നല്ല രുചിയുള്ള, നല്ല ആകൃതിയുള്ള, അതുപോലെ തന്നെ നല്ല നിറമുള്ള എന്ത് കിട്ടിയാലും അതിന് ആഹാരം എന്ന പേരിട്ട് ആഹാരത്തിന്റെ ഗുണങ്ങളൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് കഴിക്കലാണിപ്പോ. അത് നമ്മൾ കഴിക്കുമ്പോൾ ഇത് ആഹാരമാണോ ശരിയായിട്ട്, ഇത് നമുക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്, എന്ത് ദോഷമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീണ്ടും വിചാരം ഇപ്പോൾ ആഹാരത്തെക്കുറിച്ച് ഇല്ല. ആയുർവേദ ഈ വൈദികീയ സുഭാഷിതം എന്ന് എനിക്ക് തോന്നുന്നു മനോജ് ഡോക്ടർ തന്നെ ഒരിക്കൽ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഈ വൈദികീയ സുഭാഷിതം നമ്മൾ ഇതിനകത്തൊരു 7 സെഷൻ വെച്ചിരുന്നു, ഇനി താമസം ശരി. വൈദിക സുഭാഷിതത്തിൽ പറയുന്ന ഒരു കാര്യം, ഭക്ഷണം വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് എന്നാണ്. അതിന്റെ കാരണം, വിൽക്കുന്നവന് ലാഭം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഭക്ഷണം ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുകയും അത് വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന ഒരാൾ, അതും സ്ഥിരമായിട്ട് എത്രയോ വർഷം, അതും പല ആൾക്കാരും കഴിക്കുന്നത് ഒരേ തരത്തിലുള്ള ഭക്ഷണം എത്രയോ നാളുകളാണ്. അയാൾക്ക് ചില ആഹാരങ്ങൾ ഇഷ്ടമാണ്, അതുകൊണ്ട് അയാൾ അതേ ആഹാരങ്ങൾ എത്രയെങ്കിലും വർഷങ്ങൾ കഴിക്കുന്നു. അതല്ലാതെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. അടുത്ത ചാപ്റ്റർ 12എങ്കിലും ആകണ്ടേ എന്നുള്ള നമ്മുടെ ഈ അങ്കണവാടി ഉദ്യോഗസ്ഥർ ഉയർത്തിയ ചോദ്യമാണ്. 12എങ്കിലും ആകണ്ടേ എന്നുള്ള വിവ എന്ന് പറയുന്ന പദ്ധതി മനോജ് ഡോക്ടർക്ക് അറിയാം. വിവ എന്നുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ പുറത്തു പറയാൻ കൊള്ളൂലെങ്കിലും അന്ന് വളരെ ഒരു ചർച്ചകളിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിതൊന്ന് 11 പിടിച്ചാലോ, എങ്കിൽ മാത്രമേ കേരളത്തുകാർക്ക് നിവർന്നു നിൽക്കാൻ പറ്റൂ എന്നാണ്. കാരണം ഇത്രയേറെ ഭക്ഷണമുള്ള, ഇത്രയേറെ സുഖ സൗകര്യങ്ങളുള്ള, ഇത്രയേറെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന കേരളത്തിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഇത്രയേറെ ഉണ്ടായിട്ടും ഹീമോഗ്ലോബിൻ 12 ആകുന്നില്ല. അത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഹീമോഗ്ലോബിൻ 12 ആകുന്നില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവർ കഴിക്കുന്നത് ഭക്ഷണമല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില കോമ്പിനേഷൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോഴും കൊടുക്കുന്നത് എന്ന് പറയാം. പിന്നെ ചില പ്രധാനപ്പെട്ട രോഗങ്ങളെ കുറിച്ച്, പ്രമേഹം, അതുപോലെ പ്രമേഹത്തിന്റെ പ്രാധാന്യം ആയുർവേദവും, ഹൈപ്പോടെൻഷൻ, കൊളസ്ട്രോൾ, നടുവേദന, ഇങ്ങനെ തുടങ്ങി 10-40 രോഗങ്ങളെ കുറിച്ചായിരുന്നു പിന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇതിൽ ഓരോ രോഗങ്ങളിലും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് അവസാനം വരുന്നുണ്ട് ആ പുസ്തകത്തിന്റെ. അത് പഥ്യം എന്നാൽ എന്ത് എന്നൊരു ചാപ്റ്റർ കൂടിയുണ്ട്. ശരിക്കും ആയുർവേദത്തിൽ, അത് ആയുർവേദത്തിലെന്നല്ല, ഇപ്പോ അംഗീകരിക്കാത്ത ചില വളരെ ചെറിയ ചില ചികിത്സാ ശാസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട ചികിത്സാ ശാസ്ത്രങ്ങളൊക്കെ തന്നെ പഥ്യം എന്ത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ പഥ്യം എന്നുള്ള വാക്കുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായ ഒരു സംഗതിയാണ്. അതായത് ആൾക്കാർ വിചാരിക്കുന്നത് ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ, അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകൾ കഴിച്ചാൽ ആ ഡോക്ടർ ഇന്ന കാര്യങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നതാണ് പഥ്യം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതേ അല്ല. പഥ്യം എന്നാൽ നമ്മളൊരു രോഗത്തിന്, ആ രോഗാവസ്ഥ ഉള്ള ആൾ സ്വീകരിക്കേണ്ട ചില ശീലങ്ങളും കഴിക്കേണ്ട, കുടിക്കേണ്ട ചില ഭക്ഷണക്രമങ്ങളുമുണ്ട്. അങ്ങനെ ചെയ്താൽ ആ രോഗം കുറയും. അതാണ് പഥ്യം. അതായത് പഥ്യമായ ആഹാരം, പഥ്യമായ വിഹാരം, അത് ആ വിഹാരം എന്ന് പറയുന്നത് ശീലം എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. അപ്പൊ പഥ്യമായ ആഹാരവും പഥ്യമായ വിഹാരവും ശീലിച്ചാൽ രോഗം കുറയും, മരുന്നിനെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മരുന്നിനെ അധികമായി ആശ്രയിക്കാതെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അബദ്ധ്യമാണ്. ആ അബദ്ധ്യമായത് നിങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ആ അബദ്ധ്യമായ വിഹാരത്തെ ശീലിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് രോഗം വർദ്ധിക്കും. അപ്പൊ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ലാത്തത് എന്തുകൊണ്ടാ? മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടാത്തത് നിങ്ങൾ അബദ്ധ്യമായവ ശീലിക്കുന്നത് കൊണ്ടാണ്. ചിലർക്ക് മരുന്ന് കഴിക്കാതെയും ഗുണമുണ്ടാകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പഥ്യമായവ വീണ്ടും ശീലിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മരുന്നിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഡയബറ്റിസ്, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളിൽ
ഭക്ഷണക്രമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ വ്യായാമത്തിന് അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞല്ലേ മരുന്നിന് പ്രാധാന്യമുള്ളൂ. പ്രമേഹം പോലെയുള്ള രോഗങ്ങളിൽ, അതിസ്ഥൗല്യം പോലെയുള്ളവയിൽ, ഇവയിൽ എല്ലാറ്റിനും ഇങ്ങനെ തന്നെയല്ലേ. അതുപോലെ വളരെ പ്രധാനമായി പ്രമേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, പ്രമേഹം എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. ഈ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അതിന് മരുന്ന് കഴിച്ചിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക, മെറ്റബോളിസം കറക്റ്റ് ചെയ്യാതെ, അതെന്ത് ന്യായമാണ്? ഒരു മെറ്റബോളിക് ഡിസോർഡർ, അതിന് നിങ്ങൾ മെറ്റബോളിസത്തിൽ വരുത്തിയ നിങ്ങൾക്ക് ഉണ്ടായ കുഴപ്പത്തെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അതല്ലാതെ ഏത് മരുന്ന് കഴിച്ചാലാണ് നിങ്ങളെ മെറ്റബോളിസം കറക്റ്റ് ആകുന്നത്? ഒരിക്കലും അത് കറക്റ്റ് ആകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഇവർ രോഗികൾ ചിലപ്പോൾ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാൽ പിന്നെ ഡോക്ടർ ഒന്ന് മാറ്റിത്താ എന്ന്. ആ മാറ്റുന്ന രീതിയിലേക്ക് മരുന്നിന്റെ അതിഭീകരമായ ഇൻടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ചില മരുന്നുകൾ വിപണിയിൽ ഉണ്ടായിരുന്നവ ഇപ്പൊ കാണാത്തത്. ഈ ഡയബറ്റീസിനെ കുറയ്ക്കാൻ വേണ്ടി തന്നെ ഉണ്ടായിരുന്ന ഒരു മരുന്നാണല്ലോ ട്രൈഗ്ലൂക്കറൈഡ് ഫോർട്ട്. എത്ര പേരുടെ കണ്ണാ പോയത്? ഇപ്പൊ പറയുന്ന ആന്റാസിഡുകൾ പലരും, ഈ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആന്റാസിഡുകൾ പലരും ഇപ്പൊ പറയുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചത് 10 ദിവസത്തേക്കാണ്. ഞാൻ 10 ദിവസത്തേക്കേ കൊടുത്തുള്ളൂ. അപ്പൊ രോഗിയാണ് വന്ന് പറഞ്ഞത്, ഡോക്ടർ ഇപ്പൊ ഈ മരുന്ന് കഴിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്ന ഒരു അവസ്ഥയായി, എന്റെ വയറൊക്കെ ഒന്ന് ശരിയായി. അപ്പൊ ഡോക്ടർ പറയും എന്നാ ഒരു മാസത്തേക്ക് കഴിച്ചോ. ഈ രോഗി പിന്നെ കഴിക്കുന്നത് 10 വർഷത്തേക്കും 15 വർഷത്തേക്കോ. WHO എന്താ പറഞ്ഞ്? WHO പറഞ്ഞത് അസിഡിറ്റിക്ക് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ തുടർച്ചയായി കഴിക്കുന്നതാകാം ക്യാൻസറിന് കാരണം. അവരത്രേ പറഞ്ഞുള്ളൂ, അവർക്ക് അത്രേ പറയാൻ പറ്റും. അപ്പോ ഇതുപോലെ ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ചും ഡയബറ്റീസ് പോലെയുള്ളവ ഇത്രയേറെ കൂടുന്നതിനും ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറാതിരിക്കുന്നതിനും ഒക്കെ കാരണമുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ആ മൈൻഡ് സെറ്റാണ് എന്ന് പറയേണ്ടി വരും. രോഗങ്ങൾ വേഗം മാറ്റാനാകുമോ എന്നൊരു ചോദ്യം, എന്നൊരു ചാപ്റ്റർ ഇതിനകത്തുണ്ട്. ഇതിൽ പലതും ഇങ്ങനെ ചോദ്യങ്ങളായിട്ടാണ് ചാപ്റ്ററുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് വായിക്കുന്ന ഒരാളിന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത് എന്നതാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യ പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിന്റെ പേരാണ് രോഗിയാകാൻ ഇത്ര ധൃതി എന്തിന്. രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേരും അത് തന്നെയാണ്. രണ്ടാമത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും അതിനൊക്കെ ഒരു പരിഹാരമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മരുന്ന് കുറയ്ക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പകരം എന്ത് ചെയ്യാം എന്നും കൂടെ പറയണം. അതിനുവേണ്ടി ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നത് വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതോടൊപ്പം നിങ്ങളെ രോഗിയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ടോയ്ലറ്റിൽ പോകുന്നത്, അതുപോലെ പല്ല് തേക്കുന്നത്, പിന്നെ ചായ കുടിക്കുന്നത്, അതുപോലെ തലയ്ക്കെണ്ണ തേക്കുന്നത്, കുളിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് അത് ഈ ഓരോ പ്രായത്തിലും, കൗമാരപ്രായത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, ഇവയിലൊക്കെ ഓരോ ചാപ്റ്ററുകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശീലങ്ങൾ ദുശീലമാക്കരുത്, മരുന്ന് പോരാ മനോബലവും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മൈൻഡ് സെറ്റിനെ കുറിച്ചും കൂടി ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. അത് ശരി, വോളിയം കുറച്ച് നോക്കൂ. അത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ന അസുഖം വന്നാൽ ഇന്ന മരുന്ന് കഴിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഇപ്പൊ മനുഷ്യൻ പോയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഒരു ജലദോഷം വന്നിട്ട് ആ ജലദോഷം ഒന്ന് സെറ്റിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരാനൈസൽ സൈനസുകൾക്കുള്ളിലെ ഫ്ലൂയിഡുകളിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങളും കട്ടിയും ഒക്കെ അതിന് ചികിത്സിക്കണ്ട എന്ന് നമ്മുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടും അതിന് ആന്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയത് അവരുടെ മൈൻഡ് സെറ്റാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എങ്ങനെ ചികിത്സിക്കണമെന്ന് കൃത്യമായി ഗ്രന്ഥങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന മോഡേൺ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മോഡേൺ ഗ്രന്ഥങ്ങൾ കൂടെ പഠിച്ചു തന്നെയാണ് എല്ലാവരും ഡോക്ടർമാരാകുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടു അവോയ്ഡ് റീസൺസ്, സെക്കൻഡ് ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻസ്. ഇപ്പോ അത് കാരണം എന്തെങ്കിലും സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻസ് ആൻഡ് സർജറി.
തേർഡ് ഇമ്മ്യൂണോതെറാപ്പി, ഇതിലെവിടെയാണ് ഈ ഒരു ഘട്ടത്തിലൂടെ, ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ ഡോക്ടർ രോഗിയെ കൊണ്ടുപോകുന്നത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാരുടെ, പ്രത്യേകിച്ചും ഈ സർക്കാർ ഡോക്ടർമാരുടെ പ്രധാന ജോലി അവിടെ കിട്ടുന്ന മരുന്നുകളെ, അതായത് ഞങ്ങളൊക്കെ ഈ ഔഷധി എന്നൊക്കെ മേടിച്ചിട്ടാണല്ലോ മരുന്ന് കൊടുക്കുന്നത്, അപ്പൊ മേടിച്ച് ഇത് വിഹിതം വെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഡോക്ടർമാർ മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് നിങ്ങളുമൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മരുന്നുകൾ ആവശ്യമുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, അവന് രോഗി എന്ന് പേര് കൊടുക്കുന്നു, അവന് നമ്മുടെ അവിടെ ഇരിക്കുന്ന മരുന്നുകളിൽ ഏതൊക്കെ സ്യൂട്ട് ആകുന്നോ ആ മരുന്നുകളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നു. അവന്റെ രോഗം ഒരിക്കലും മാറാതെ അവൻ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ആയുർവേദ ആശുപത്രിയിലേക്ക് ഒരു രോഗവുമായി വരുന്ന ആള്, അയാൾക്ക് അവിടെ നിന്ന് തൈലം കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും പുകില്? എന്തസുഖമാവട്ടെ, അയാൾക്ക് എന്തസുഖമാകട്ടെ, തൈലം പുരട്ടിക്കൂടെ എന്നെങ്ങാനും ഡോക്ടർ പറഞ്ഞ അവന്റെ കച്ചവടം ഒതുങ്ങുന്നു. അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ രോഗികളിലുള്ള മൈൻഡ് സെറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ലൊരു ബോധവൽക്കരണം വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പുസ്തകങ്ങളിലൂടെ ഇതൊക്കെ പറയാൻ ശ്രമിച്ചത്. ഇതിന് ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിലെ ചാപ്റ്ററുകളെന്നും ഒക്കെ സംവദിക്കുവാൻ അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ 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 നന്ദിയുണ്ട്. അപ്പോ എന്തെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കഴിയുമെങ്കിൽ ഈ പുസ്തകം രണ്ടും ഒന്ന് വാങ്ങി രോഗികൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇത് വായിക്കാൻ കൊടുക്കണം. അതിലൂടെ ഒരു കാര്യം കൂടി ഞാൻ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് പറയുന്നു. പിന്നെ നിങ്ങളുടെ ഒരു രോഗി ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളും രോഗത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റ് ആധുനിക ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണെന്ന് ബോധ്യം വരികയും നിങ്ങളുടെ അടുത്ത് ചികിത്സിക്കാൻ വരികയും ചെയ്യും. അതല്ലാതെ ഈ രോഗികളെല്ലാം കൂടെ എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ പറഞ്ഞതെന്ന് ഞാൻ ഇതിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പലരുടെയും സംശയം ഇതാണ്, അതായത് ഈ രോഗത്തെ ഞാൻ കാണാൻ പോകുന്ന ഇപ്പോൾ ഉള്ള ഈ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണോ, ആധുനിക ഡോക്ടർക്കുള്ള വിവരമുണ്ടോ ഇദ്ദേഹത്തിന്? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇന്ന് പബ്ലിക്കിനിടയിൽ, സാധാരണക്കാരുടെ ഇടയിലുണ്ട്. ഈ സംശയം കൂടെ മാറ്റിക്കൊടുക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വായിക്കുന്ന ഒരാളിന് അത് ബോധ്യപ്പെടും. അതിലൂടെ നമ്മുടെ രോഗികൾ ഈ പുസ്തകം വായിച്ചാൽ തീർച്ചയായും നമ്മളടുത്ത് ചികിത്സിക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദേശം തേടുവാൻ വേണ്ടിയിട്ടോ വരും. അതോടൊപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, രോഗികൾ ഡോക്ടർമാരെ കാണേണ്ടത്, കൺസൾട്ട് ചെയ്യേണ്ടത് മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രമാകരുത് എന്നൊരു കാര്യം കൂടെ പറയുകയാണ്. പകരം അവരുടെ രോഗം കുറയുവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ, കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിച്ചോളൂ. കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിക്കാതെ നിങ്ങൾ ആരെയും ചികിത്സിക്കണ്ട. കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിച്ചോളൂ. പക്ഷേ മരുന്ന് കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങായി മാറുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകരുത്. ഇത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുറേയേറെ രോഗികൾ ഇനിയുള്ള കാലത്തെങ്കിലും മരുന്ന് കഴിച്ച് മടുത്തവർ, മരുന്ന് കഴിച്ച് രോഗിയായവർ, മരുന്ന് കഴിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ രോഗത്തെക്കാൾ വലിയ രോഗം വരുത്തി വെച്ചവർ ഒരുപാട് പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ നമ്മൾ പറയുന്ന വഴിയേ വരും എന്നുള്ളതാണ് എൻ്റെ ശുഭപ്രതീക്ഷ. താങ്ക് യു. നന്ദി ഡോക്ടർ സർമത്ത്. വളരെ ഭംഗിയായിട്ടാണ് ഒരു എഴുത്തുകാരന്റെ കഴിവ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി പല ഘടകങ്ങളെ നിരീക്ഷിക്കാൻ ഉള്ള കഴിവ് തന്നെയാണ്. അത് പിന്നെ അക്ഷരങ്ങളുടെയും വാക്കുകളിലൂടെയും വാചകങ്ങളുടെയും ആകുമ്പോൾ പുസ്തകം ആയിട്ട് ഒരു മെറ്റാമോർഫോസ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി സംശയങ്ങളോ എന്തെങ്കിലും അഡീഷൻസോ ഉണ്ടെങ്കിൽ പറയാം, ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം മരുന്ന് കഴിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇത് കേട്ടാൽ തോന്നും സാധാരണ ആൾക്കാർ പോയാണ് വാങ്ങിച്ച് കഴിച്ചെന്നുള്ളതാണ്. അതിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ കൊണ്ട് നടക്കുന്നത് നീയെ ചാപ്പ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ വിചിത്രമാണെന്ന് തോന്നുന്നത്. നമ്മളാരും അല്ലല്ലോ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ധാരാളം വൈറൽ ഡിസീസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ഈ ജലദോഷം, കോമൺ കോൾഡ് എല്ലാം പലതും വൈറൽ ഡിസീസാണ്. വൈറൽ ഡിസീസിന് ആന്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്ത് റോളെന്ന് വെച്ചാൽ, ലോജിക്ക് എന്താന്ന് വെച്ചാൽ യാതൊരു ശാസ്ത്രവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് അവിടെ പിന്നെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ബിസിനസിന്റെ തത്വശാസ്ത്രം മാത്രമേ ആകാൻ വഴിയുള്ളൂ. പിന്നെ ശർമ്മ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഈ മരുന്നുകൾ ഷെൽഫിൽ വെക്കാനുള്ളതാണോ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മരുന്നുകൾ കൊടുക്കുന്ന ഡോക്ടർമാരുടെ ഏറ്റവും സ്വീകാര്യരായ ഡോക്ടർമാർ. എനിക്കറിയാം, നമ്മുടെ ഒരു CSCയിലെ ഡോക്ടർ, അദ്ദേഹം പറയുമായിരുന്നു, പുള്ളി ശരിക്കും ഫിസിയോളജി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഓരോ മരുന്നിനും ദൂഷ്യഫലം അറിയാവുന്നതാണ്. അദ്ദേഹം പല രോഗികളും മരുന്ന് കൊടുക്കാറുണ്ട്.
പറയുന്നതാണ് ഇദ്ദേഹം കൊള്ളൂല, അങ്ങനെ അധികം മരുന്ന് തരില്ല. ഇതാണ് പറയുന്നത്. അപ്പൊ ഇത് കഴിച്ചാൽ എന്ത് കുഴപ്പം നമുക്ക് ബോധ്യം കൊണ്ടായിട്ട് പുള്ളി കൊടുക്കാത്തതാണ്. അപ്പൊ അങ്ങനത്തെ വശമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ തൈലം കിട്ടിയില്ലെങ്കിൽ കൊലപാതകം ഉണ്ടാവും, വലിയ സത്യമാണ്. ആൾക്കാർ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് തൈലത്തോടുണ്ട്, പറയാൻ നിവൃത്തിയില്ല. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ഈ സംഭവങ്ങൾ വളരെയധികം ഉണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, ശബരിമല ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റിന് ഒരു മുറിവുണ്ടായിരുന്ന മുറിയിൽ വെക്കാൻ മരുന്ന് കൊടുത്തു. അപ്പൊ അവര് ആന്ധ്രാക്കാരനാണ്, മറ്റേ ആൾക്ക് അതേ മരുന്ന്, അയാൾക്ക് മുറിവൊന്നുമില്ല, പക്ഷെ മരുന്ന് വേണം. ഇയാൾ നോക്കിയാൽ ഒരാൾക്ക് 2 മരുന്ന് കിട്ടി, അപ്പുറത്തേക്ക് 3 കിട്ടി. അപ്പൊ എനിക്ക് ഞമ്മക്ക് വേണം ഒരെണ്ണം എന്നുള്ളിൽ അയാൾ വേണത്തിന് വരുന്നത്. അപ്പൊ ഇതാണ് ജനത്തിന്റെ ഒരു അവസ്ഥ. അത് മനസ്സിലാക്കി എടുക്കാൻ അത്ര എളുപ്പമല്ല. എന്നിരുന്നാലും ഇതുപോലെയുള്ള ചില പ്രഭാഷണങ്ങളുടെ ആൾക്കാർ ചെവിയിൽ എത്തുന്നു എന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു വിളർച്ചയോട് വിട അല്ലേ എന്ന് പറയുന്നത് 11 കൊള്ളാമായിരുന്നു എന്നുള്ളത് സത്യമാണ്, 100%. കാരണം പൊണ്ണത്തടിയുണ്ട്, പക്ഷെ പലർക്കും ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ പഥ്യത്തെ കുറിച്ച്, പഥ്യം അപഥ്യം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, അത് ശരിക്കും ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. പഥ്യം വല്ലതും ഉണ്ടോ ഡോക്ടറെ? ഇപ്പൊ രോഗത്തിന് പഥ്യമായ എന്തെന്നുള്ള ചോദ്യമാണ്. പക്ഷെ ആൾക്കാർ അതിനെ നമ്മൾ പറയേ കോടതിയിൽ അന്യായം ബോധിപ്പിച്ചു മനസ്സിലായില്ലേ? അതുപോലെയാണ്, അന്യായമല്ല അവിടെ ന്യായമാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ അന്യായമായ ഘടകങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് അന്യായം ബോധിപ്പിച്ചത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റബോൾ ഡിസോർഡർ, ഷഹ്മദ് ഖാൻ പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അതായത് മെറ്റബോൾ ഡിസോർഡേഴ്സിനെ അഡ്രസ് ചെയ്യുന്നില്ല, പക്ഷെ മരുന്ന് കൊടുക്കുന്നു. അതെന്ത് മരുന്ന് കൊടുക്കുകയാണെന്നുള്ള വേറൊരു ചോദ്യം. ഷൈല ഡോക്ടർ എന്ന് പറയുന്നു, ഗവൺമെന്റ് സർവീസിൽ ഡോക്ടർ എന്ന വ്യക്തിയാണ്, ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും, പറയൂ. സാറിന്റെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് വളരെ നല്ല അറിവുകളാണ് പറഞ്ഞത്. അറിവുകള് വളരെ സത്യമായിട്ടുള്ള കാര്യം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗികൾക്ക് ഏറ്റവും കൂടുതൽ മരുന്ന് കൊടുക്കുന്ന ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ. മരുന്ന് കുറച്ച് കൊടുത്താല് അവരൊക്കെ ദേഷ്യമാണ്. നേരത്തെ മുമ്പിരുന്ന ഡോക്ടർ ശരിക്കും മരുന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പൊ വന്ന ഡോക്ടർ മരുന്നൊന്നും അങ്ങനെ കൊടുക്കൂല, എല്ലാം അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ആണെന്നും കൂടെ വേണമെങ്കിൽ പറയും. അങ്ങനത്തെ ജനങ്ങളാണ് ഉള്ളത്. പിന്നെ ഹോമിയോപ്പതിയിലെ തൈലം കൊടുത്തില്ലെങ്കിൽ ആളുകൾക്ക് വിഷമമാണ്. അപ്പൊ പിന്നെ ആയുർവേദത്തിലെ കാര്യം പറയണ്ടല്ലോ. ആയുർവേദം എന്ന് പറയുമ്പോഴോ ഇച്ചിരി തൊട്ട് വരട്ടാനും ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞ പോലെ, അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത് പ്രസക്തമല്ല. ഓരോരുത്തർ കുപ്പിയിൽ കൊണ്ടുപോയി ഒഴിച്ച് വീട്ടിലിരിക്കുന്ന കുപ്പിയിൽ നിറച്ചിട്ട് പിറ്റേ പ്രാവശ്യം തീർന്നില്ലെങ്കിലും കുപ്പിയായിട്ടാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച. പിന്നെ എന്തായാലും സാറ് പുസ്തകം എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കൊന്ന് വായിക്കാനേ, അതെ വാങ്ങിക്കണമെങ്കിൽ. മാഡം, ഇന്ന് ലൈബ്രറി കൗൺസിലില് ഇന്നിപ്പോ പുസ്തകോത്സവം കഴിഞ്ഞു. എന്റെ 2 പുസ്തകങ്ങളും തൊട്ടടുത്ത 2 സ്റ്റോളുകളിലായിട്ട് ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മെലിൻഡ ബുക്സ് ആണ്, രണ്ടാമത്തത് ചിന്ത പബ്ലിഷേഴ്സ് ആണ്. പിന്നെ മനോജ് ഡോക്ടറോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയും എത്തിച്ചു തരാം. അല്ലെങ്കിൽ എന്റെ നമ്പർ വാങ്ങിയിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒന്ന് ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ അതനുസരിച്ച് ചെയ്യാം. ഗൂഗിൾ പേ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കിട്ടും. ഗൂഗിൾ പേ നമ്പറൂടെ എനിക്ക് ഓക്കെ ആകെ ഒരു നമ്പരേ ഉള്ളൂ. എന്താണ് ബുക്ക്, ഈ ബുക്കിന് എന്താണ് റേറ്റ്, വില എങ്ങനെയാണ് സാറേ? അതിലെ ആദ്യത്തെ പുസ്തകം 280 രൂപയായിരുന്നു, രണ്ടാമത്തത് 230 രൂപയാണ്. ഇത് രണ്ടും എങ്ങനെ തുടർ ബുക്കുകളാണോ? അതേ? ഇത് രണ്ടും 2 വിഷയങ്ങളാണ്. ഇനിയിപ്പോ ഞാൻ തയ്യാറാക്കുന്ന പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മൾ സാധാരണ കാണുന്ന രോഗങ്ങളിൽ അത് ഏതൊക്കെ സാധാരണ കാണുന്ന നമുക്ക് ലക്ഷണങ്ങളെ അറിയാവൂ. ഇപ്പൊ പനി വരുന്നു, വേദന വരുന്നു, പബ്ലിക്കിനെ സംബന്ധിച്ച് പനി വരുന്നു, വേദന വരുന്നു, വയറുവേദന വരുന്നു, മുടി കൊഴിയുന്നു, ഇത് ഇത്രയും ഇത് ഒരു ഉദാഹരണത്തിന് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി ഏത് വിഭാഗത്തിലായാലും പനി മാറുക എന്നുള്ളതാണ് പബ്ലിക്കിന്റെ ആവശ്യം. അതിനുവേണ്ടി എന്തും ചെയ്യും. എന്നാൽ അത് ഏതൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പനി വരാം അത് അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാരും പറയാറില്ല. അതല്ലെങ്കിൽ ഈ ഡോക്ടറുടെ ഉത്തരവാദിത്വം അവിടെ നിറവേറ്റപ്പെടുന്നില്ല. ഈ രോഗിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, അതൊന്നും അവിടെ പ്രശ്നമില്ല. പകരം എങ്ങനെയെങ്കിലും പനി മാറ്റി തന്നാൽ മതി എന്ന് രോഗി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തു. ഇപ്പൊ തന്നെ മനോജ് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന സമയത്തും പിന്നീടും ചോദ്യം വന്നാൽ ഡോക്ടർ പറയുന്നത് രോഗി ആവശ്യപ്പെട്ടു എന്നാണ്. ഒരിക്കലും രോഗി ആവശ്യപ്പെടുന്നില്ല. രോഗി പറയുന്നത് എന്റെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ ഡോക്ടർ എന്ന്. അതിനെ ഡോക്ടറാണ് നേരെ ഇന്റർപ്രറ്റ് ചെയ്ത് രോഗി ആവശ്യപ്പെട്ടത് കൊണ്ട്
ഞാൻ ആന്റിബയോട്ടിക് കൊടുത്തു. അത് ഏത് കണ്ടീഷനിൽ കൊടുക്കാൻ പാടില്ലാത്ത കണ്ടീഷനിലും ഇതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അരിഷ്ടത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തൈലത്തിന്റെ അതേ അവസ്ഥയുണ്ട്. കഴിച്ചുകൂടാത്ത അസിഡിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ അരിഷ്ടം വേണമെന്ന് പറഞ്ഞ് ബഹളം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തീരുമാനിക്കും ഏത് മരുന്ന് വേണമെന്ന്. അപ്പൊ ഇത്തരം ചില സംഗതികൾ കൂടെ ഉള്ളത് കൊണ്ട് ഏതൊക്കെ ലക്ഷണങ്ങൾ ഏതൊക്കെ തരം രോഗങ്ങളിൽ കാണും എന്നുള്ളതും കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത പുസ്തകം തയ്യാറാകുന്നു. ഡോക്ടർ റംഖാന്റെ നമ്പറുണ്ട് 9447963481. 9447963481. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ദയവായിട്ട് കോണ്ടാക്ട്. ആവശ്യമുള്ളതെന്നല്ല, വായിക്കുക എന്നുള്ളതാണ്. വായിച്ചാൽ വളരെ, ഇല്ലെങ്കിൽ വളയും എന്നുള്ളതാണല്ലോ. മെഡിക്കൽ ഫീൽഡ് വളരെ അത്യാവശ്യം. മനോജ് ഡോക്ടറെ ഇതില് ജനയുഗം അതിന്റെ ഒരു പത്രാധിപനായിട്ടുള്ള ഞാൻ വിളിക്കാൻ അദ്ദേഹം വന്നിട്ട് ഇന്ദ്രൻ സാർ അല്ലേ, കഴക്കൂട്ടം പഞ്ചായത്ത് ജോയിൻ ചെയ്തതായിട്ട് കണ്ടു ഞാൻ. ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഉണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഇന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? താഴെ ഒരു മൈക്ക് സിമ്പർ ഉണ്ട് ഫോണിന്റെ താഴെയായിട്ട്. സാറിനെയാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ എന്തോ? ഇല്ല, നോക്കുന്നുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, സംസാരിച്ചോളൂ. അല്ല, എനിക്ക് ഇന്നലെ ഇത് കണ്ടിരുന്നപ്പോ ഞാന് ഇതിന്റെ ഒരു ഡോക്ടർ സർമസ് ഖാന്റെ ഇതിന്റെ ഒരു ഇത് അദ്ദേഹം ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് ഇന്നലെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു സമയം കണ്ടെത്തി അതിനകത്ത് കയറിയിരുന്നു. അപ്പോഴാണ് ഇന്നലെ അല്ല, അത് ഇന്നാണെന്ന് എനിക്ക് ബോധ്യമായത്. അപ്പൊ ഇന്നാണെങ്കിൽ ഞാനൊരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇരുന്നിട്ടാണ് വന്ന് ഇത് നോക്കാൻ വേണ്ടി ഇരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഈ മെഡിക്കൽ രോഗിയും ചികിത്സയും എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ ഈ പറയും പോലെ കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ധരിക്കുന്നവരെ ചികിത്സിക്കാൻ കേൾക്കാവോ ഡോക്ടറെ? കേൾക്കാം. അപ്പോ അവർ ചികിത്സിക്കാൻ വലിയ പ്രയാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും ഒരുപാട് ശർമ്മ ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ മാധ്യമ രംഗവുമായിട്ട് ഞങ്ങൾക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക്, ഈ ശർമ്മ ഡോക്ടറെ പോലുള്ള ആളുകളുടെ ഒരു ഇടപെടല്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റ് ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ആകർഷകമായി തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകത്തിൽ പലരും അദ്ദേഹത്തിന്റെ പല വാർത്തകളും എന്ന് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ പല ആശുപത്രികളും നടത്തുന്ന, അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാരാണെങ്കിൽ ആ സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾ പൊതുജനങ്ങളെയും ഈ രോഗികളെയും കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പൊ ആ രീതി കാണുമ്പോൾ എനിക്ക് ഒരു പലപ്പോഴും അവരുടെ ഇടപെടൽ പൊതുജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ ആ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ രോഗികൾക്കും, പറഞ്ഞാൽ മനസ്സിലാവുന്ന രോഗികൾക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞതിൽ മനസ്സിലാകാത്ത കുറച്ച് രോഗികൾ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. അവരുടെ ആ ചിന്ത മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മൾ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഒരുപക്ഷെ ആശുപത്രിയിൽ വന്നിട്ട് ആയുർവേദ ആശുപത്രി പോയി തൈലവും എണ്ണയും മുക്കൂട്ടും അരിഷ്ടവും ഒക്കെ കൂടെ കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. ആ സഞ്ചിക്കകത്ത് എല്ലാം കൂടെ വാങ്ങി വെച്ചുകൊണ്ട് പോയാൽ കൊണ്ടുവച്ച് കുടിച്ചാൽ അസുഖം മാറുമെന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞെടുത്ത് വരികയാണ്. ആഹാരം ഇതെല്ലാം കഴിച്ചാൽ, ഇപ്പോൾ അലോപ്പതി എന്നുള്ളതല്ല, ആയുർവേദം കഴിച്ചാലും അതിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഹോമിയോയ്ക്ക് അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ മരുന്ന് ആദ്യം ഉപയോഗിക്കും. ഞാൻ എന്റെ കന്നുകാലികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഹോമിയോ മരുന്ന് കൊടുക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ എന്റെ ഒരു സെഷനിൽ എനിക്ക് പറയാനും മറന്നുപോയൊരു വിഷയമായിരുന്നു. ഇത്രയേറെ ഈ കന്നുകാലി ചികിത്സാ രംഗത്ത് ഇത്രയേറെ ഗുണകരമായ, നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മടിനീര് കുറഞ്ഞു വരുന്ന ഒരു മരുന്നിന്റെ പ്രയോഗം ഒരിക്കലും ഹോമിയോയെ പോലെ മറ്റൊരു ചികിത്സാ രംഗത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് എന്റെ ഒരു അനുഭവമാണ്. അപ്പൊ അത്രയേറെ അതിനൊരു കാരണം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഹോമിയോ ചികിത്സാ രംഗത്ത്, ഞാൻ ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് പറയുന്ന കാര്യം, നമ്മുടെ രാജ്യത്ത്
ഇതൊരു വലിയ ഉപജീവന മാർഗമായി കരുതുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മള് പശുവിനൊരു മടിനീര് വന്നാൽ നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാൽ അദ്ദേഹം ഒരു 5 ദിവസം വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ പശുവിന്റെ പാല് കുറയുന്നുള്ളത് ഉറപ്പാണ് കറവമാടുകളെ സംബന്ധിച്ച്. അത് പിന്നെ അതിന്റെ വേദന അത് സഹിച്ച് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതേസമയം ഈ ഹോമിയോ മരുന്ന് കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ ആ തുള്ളി മരുന്നുകൾ 4 5 തുള്ളി ഒരു ഫില്ലറിനകത്തെടുത്ത് ഈ പശുവിന്റെ നാക്കിലേക്ക് നമ്മൾ തേച്ചു കൊടുത്താൽ അത് ഒരു ദിവസം കൊണ്ട് ഈ മടിനീരൊക്കെ കുറഞ്ഞു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ. അതുകൊണ്ട് ഈ ഹോമിയോ ചികിത്സയിൽ എനിക്ക് തോന്നുന്നു ഒരു 6 month കോഴ്സ് ഈ ഹോമിയോ വെറ്റിനറിയുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ വെറ്റിനറി കോളേജ് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മിക്കവാറും ഉണ്ട്. മണ്ണുത്തിയിൽ എന്റെ പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വെറ്റിനറി ഹോമിയോപ്പതി 1 വർഷത്തെയാണ് സാർ ഉണ്ടത്. അതെ 1 വർഷത്തെ. അതെ അതെ അതെ. അപ്പൊ അതിന് പോയിട്ട് മിക്കവാറും ആളുകൾ അതിന് ഡോക്ടർമാർ ഇത് കഴിഞ്ഞതിന് പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ പശുക്കളെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർമാർ മിക്കവാറും എനിക്ക് ഹോമിയോ മരുന്ന് എഴുതി തരാറുണ്ട്. അപ്പൊ അവര് പറയും സാറേ അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ അണ്ണാ ഇത് ഇവിടെ കിട്ടില്ല, ഇത് നമ്മുടെ അവിടെ പോയാൽ അവിടെ ആ ഏകൈ സെന്ററിന്റെ അപ്പുറത്തൊരു ഹോമിയോ മരുന്ന് വെക്കുന്ന കടയുണ്ട്, അപ്പൊ അവിടെ പോയാൽ അത് കിട്ടും, അത് മേടിച്ചു കൊണ്ടുവന്നല്ലേ ഇന്ന കണ്ടീഷൻ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഹോമിയോ ആദ്യകാലത്ത് ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ ഹോമിയോ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ പശുക്കൾക്ക് കൊടുക്കാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു വലിയ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഹോമിയോ ഡോക്ടറുടെ വിജയൻ സാർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുടെ ബോധം കൂടെ അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ വിവരങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഇപ്പോ ഒട്ടുമിക്ക ക്ഷീര സംഘങ്ങളിലുള്ള പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും അവിടെ പാലളക്കുന്ന ക്ഷീര കർഷകർക്കും ഉൾപ്പെടെ ആ മരുന്നിന്റെ ഗുണഗണങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിനുശേഷം മനസ്സിലായിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞു വന്നപ്പോ ഹോമിയോയിലോട്ട് പോയി വിഷയം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകള്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ നമുക്ക് ഈ ചികിത്സ ഇന്നതാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നടിക്കുന്നവരല്ല ഉള്ളവർ തന്നെ ചികിത്സയുടെ വിഷയം വരുമ്പോ അവർക്ക് അവരുടേതായ ചില ദുർവാശികളുണ്ട്. അത് തന്നെ ഒരു തരം അസുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ന കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിച്ചാൽ ഇന്ന തരത്തിലല്ല നമുക്ക് ഒരു രാവിലെ ഒരു 2 സുദർശന ഗുളിക, പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കഷായം. ഇപ്പൊ ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കഷായം പൊടിയോ കൊടുക്കുകയാണ്, വച്ച് കുടിച്ചോളാൻ പറയാണ്. വെള്ളത്തിൽ വെച്ച് കുടിച്ചാൽ മതി, ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ശർമ്മ ഡോക്ടറൊക്കെ ഉള്ളത്. കവറിൽ പൊട്ടിച്ച് നമ്മൾ സാധനം പിള്ളേർ ലൈസ് വാങ്ങുന്നത് പോലെ ആയുർവേദ ആശുപത്രിയിലെ കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ സാധനത്തിന് വലിച്ചു കീറിയാൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി എളുപ്പമാണ്. അപ്പൊ അത് കൊണ്ടുവന്ന ആളുകള് ഈ കഷായം ഇട്ട് കുടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ചികിത്സാ രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ വരുന്നതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പരിഷ്കാരങ്ങളായിരിക്കും അത്. മുമ്പ് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. കഷായം വച്ച് എന്റെ കൊച്ചുകാലങ്ങളിലൊക്കെ ഞങ്ങളൊരു വീട്ടിലുള്ള വയസ്സായ ഒരു 5-6 ആളുകളുടെ മരുന്നിന്റെ കുപ്പി ഒരു സഞ്ചിക്കകത്താക്കി ഇവിടെ നിന്ന് 5 കിലോമീറ്റർ നടന്ന് പോത്തങ്കോട് പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ഈ 5 വീട്ടിലേക്കുള്ളത് ഒരുമിച്ചാണ് പോകുന്നത്. ഓരോ റൊട്ടേറ്റ് ചെയ്ത് പോകും. അത് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലെ അമ്മമാർക്ക് കൊടുക്കുന്ന കാര്യം. അമ്മമാർക്ക് അന്ന് കഷായം ഉപയോഗിക്കുന്ന ആളുകൾ ആരും ചെറുപ്പക്കാരും ഈ ആയുർവേദ ചികിത്സ ഉപയോഗിക്കില്ല. എല്ലാം മുടിവിയ വാദത്തിന് വേണ്ടി മാത്രമാണ് ഈ ആയുർവേദ ചികിത്സ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം മാറിയിട്ട് നമ്മുടെ ഈ ചികിത്സാ ശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന പിന്നെ ഈ ഭാരതീയ ചികിത്സാ വകുപ്പും ഭാരതീയ ചികിത്സാ ശാസ്ത്രവും നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ 5 വിഭാഗങ്ങളും ഓരോ പ്രദേശത്തിന്റെ രീതിക്കനുസരിച്ച് പ്രത്യേകിച്ച് കേരളത്തില് ഇപ്പോ അലോപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുർവേദം, അത് കഴിഞ്ഞ് ഹോമിയോയുടെ ഒരു പ്രചാരം ഒരുപാട് വർദ്ധിച്ചു വരികയാണ് ആളുകളുടെ ഇടയിൽ. അപ്പോ അത് നമുക്ക് ആ ചികിത്സാ രീതിയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അപ്പോ ആ നിലയ്ക്ക് നമുക്കതിനൊരു പ്രചാരം നൽകാൻ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ഈ ആളുകളിലേക്ക് ഇതിന്റെ ഒരു ശരിയായ രീതി കടത്തിവിടാനുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഈ ജനപ്രതിനിധികളെയും എനിക്ക് തോന്നുന്ന നല്ലൊരു കാര്യം നമ്മുടെ ഈ കുടുംബശ്രീയെ തന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ മരുന്ന് കഴിക്കേണ്ട രീതി, അതിന്റെ മരുന്ന് ഏതിൽ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു പൊതു അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കുടുംബശ്രീ സംവിധാനം എന്ന് പറയുന്ന അത്ര വിപുലമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചാൽ ഈ അനാവശ്യമായ മരുന്ന് ഉപയോഗിക്കുന്ന രീതിയും മരുന്ന് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും
ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ കീഴിലുള്ള ഈ ചികിത്സാ സമ്പ്രദായങ്ങളെ നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഒരു ചെറിയ അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത്, മുമ്പൊരിക്കൽ നമ്മുടെ ശർമ്മ ഡോക്ടർ എന്നെ മുൻകൈ എടുത്തിട്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആയുർവേദ വകുപ്പിന്റെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ അതിന്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു മീഡിയ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആയുർവേദ ചികിത്സയിൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഓപ്പൺ ചർച്ചയായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ എത്രമാത്രം നടന്നിട്ടില്ല എന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ അത് ഈ പത്രങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ ഇപ്പൊ ശരിക്കും ഒരു കാര്യം പറഞ്ഞാല് ആയുർവേദം ആയാലും അലോപ്പതി ആയാലും പിന്നെ ഈ നമ്മുടെ ഹോമിയോ ആയാലും അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ കുറേയേറെ ആശുപത്രി, മിക്കവാറും കുറെ ആശുപത്രി, എനിക്ക് തോന്നുന്നു ഒരു 400-ൽ താഴെ ആശുപത്രികളില് നമ്മുടെ സിദ്ധയുമുണ്ട്. അപ്പൊ ഈ സിദ്ധ ചികിത്സയൊക്കെ ആയിരുന്നാലും ഈ ചികിത്സാ രീതികളിൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടി സ്വാഭാവികമായി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന വന്നാൽ ആ ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ട് ജനങ്ങൾ, പബ്ലിക്കിന് കുറേയേറെ ഗുണം ലഭിക്കും. അത് നമ്മുടെ പുതിയ വിദ്യാർത്ഥി സമൂഹത്തെയും പഠിപ്പിക്കാൻ കഴിയണം. രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ചികിത്സാ രീതികൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് ഹൈസ്കൂൾ നിലവാരത്തിൽ മുതൽ ഒരു സ്കൂളുകളിൽ, അതായത് 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കരിക്കുലത്തിൽ അത് ഉൾപ്പെടുത്തി ഏത് ചികിത്സാ സമ്പ്രദായങ്ങൾ, ഓരോ ചികിത്സാ സമ്പ്രദായത്തിന്റെയും ചുരുക്കമായ ഒരു വിവരണം, ഇന്ന രോഗങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്, അതിന് ഇന്ന ഗുണങ്ങളുണ്ട് എന്ന ഒരു പ്രാഥമിക വിവരം അവർക്ക് നൽകുവാൻ കഴിയുന്ന ലെസൺസ്, മറ്റു എല്ലാ പാഠങ്ങളും പഠിക്കുന്നത് പോലെ ഒരു ലെസൺസ് സ്വാഭാവികമായി അതിനകത്ത് ഉൾപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം നമുക്ക് നടത്തിയാൽ, സർക്കാരാണല്ലോ കോടിക്കണക്കായ രൂപ ഇപ്പോൾ ഈ ആയുഷിന് വേണ്ടിയൊക്കെ നമ്മുടെ ചെലവഴിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ അലോപ്പതിക്കാരെ കുറ്റം പറയുന്ന ആയുഷിനെ കുറ്റം പറയുന്ന അലോപ്പതിയും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഈ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളുടെ കയ്യും കാലും ഒക്കെ വിരലും ഒക്കെ ചുമ്മാ മുറിച്ചും കളയുന്നത് ഈ ഇൻഷുറൻസ് വന്നതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്ത് ഈ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉള്ള ഒരു രോഗി, അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആ രോഗി അവന്റെ ചെറിയ ഒരു അസുഖമായിട്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിക്കകത്ത് അവൻ ചെന്ന് കയറുമെന്നുണ്ടെങ്കിൽ അവന് ഇല്ലാത്ത എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കി അവന്റെ പൈസ പരമാവധി, നാടൻ ഭാഷ പറഞ്ഞാൽ അവന്റെ ഇൻഷുറൻസിലുള്ള മുഴുവൻ പൈസയും പിടിങ്ങിയെടുക്കുക നമ്മൾ പറയും. എന്നിട്ട് അവൻ ആവശ്യമില്ലാത്ത മരുന്നുകൾ മുഴുവൻ കൊടുത്ത്, അതിന്റെ ടെസ്റ്റുകൾ മുഴുവൻ കൊടുത്ത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊള്ളയാണ്, വലിയൊരു ക്രൈമാണത്. അതിനെതിരായ ഒരു വലിയ മൂവ്മെന്റ് ഈ ചികിത്സാ രംഗത്ത്, എനിക്ക് മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ അത്തരത്തിലുള്ള ഈ ചികിത്സാ രംഗത്തെ കൊള്ളയ്ക്കെതിരായിട്ടുള്ള ചില മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയതാണ്. പിന്നീട് അവരെല്ലാം മതിയാക്കി പുറകോട്ട് പോയ ഒരു രീതിയുണ്ട്. പക്ഷെ ഇത് എങ്ങനെ അവബോധം സൃഷ്ടിക്കാൻ ഞാൻ ഈ പറഞ്ഞത്, സാർ അതിനൊരു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ വിദ്യാർത്ഥികളിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലും ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ഉചിതം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയെ കൂടി ഇക്കാര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ശർമ്മ സാറിന്റെ പ്രഭാഷണം ഞാൻ കേട്ടു. അതിൽ ഒരു പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിന്റെ പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നതാണ്. കഴിഞ്ഞ എൻ്റെ ഒരു സെഷനിൽ ഞാനത് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊരു നമ്മുടെ RCCയുടെ ഡയറക്ടർ ഡോക്ടർ സജീദ് ഈ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ പങ്കെടുത്ത ചില അഭിപ്രായങ്ങൾ പറയുന്നത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഡോക്ടർ ശർമ്മ സാറിന്റെ അടുത്ത 2 പുസ്തകങ്ങൾ കൂടി വന്നോട്ടെ, അതിന് വേണ്ടത്ര പ്രചാരം വരട്ടെ. അതിന് എല്ലാ ആശംസകളും നേരുകയാണ്. നന്ദി. ഓക്കെ, നന്ദി സാർ, വളരെ നന്ദി. ഈ വെറ്റിനറി ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ വെറ്റിനറിയിൽ മാത്രമല്ല, ഇപ്പം അഗ്രികൾച്ചർ ഹോമിയോപ്പതി ഉണ്ട്. അത് സ്വിറ്റ്സർലൻഡിനേക്കാളും നല്ല രീതിയിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഗ്രോത്തിനെ, പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡി നടത്തുന്നു. അത് മാത്രമല്ല, ഫ്രൂട്ട്സ് കൂടുതലും പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായാലും പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പൊ അതുപോലെ തന്നെ ഈ വെറ്റിനറിയിൽ പറയുന്ന ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ ഒന്ന് ഈ മെഡിസിൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എന്താ പറയാ, അത് വളരെ സേഫ് ആണ്. അത് മാത്രമല്ല പ്രൊഡക്ടിവിറ്റി കുറയുന്നില്ല. പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. കാരണം ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ഒരു പശുവിനെ കാണാൻ മനുഷ്യന്റെ 5 ഇരട്ടി വെയിറ്റ് കാണുന്നവർ പറയുന്നത്. ആന്റിബയോട്ടിക് 5 ടൈംസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ വിലയും ഈ പറഞ്ഞ കൊടുക്കാനുള്ള പാടും മാത്രമല്ല ഈ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ധാരാളം പേര് ചികിത്സിക്കുന്നുണ്ട്. IFPH ഒരുപാട് സെഷൻ അതിനെക്കുറിച്ച് വെച്ചിരുന്നു. മലയാളത്തിൽ ഇംഗ്ലീഷിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സലിംകുമാർ ഡോക്ടറെ ആരെങ്കിലും ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഏതായാലും ഇരുട്ടത്തിരിക്കണം. കേൾക്കാമോ? കേൾക്കാം. ആ ബുക്ക് ഞാൻ രണ്ടും വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്തരം ക്ലാസ്സുകളാണ് നമുക്കൊരു ചിന്തിപ്പിക്കുന്നത്. ഈ പേഷ്യൻസ് ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ ചിന്തിച്ചാൽ പ്രാക്ടീസ് കുറയുമെന്നുള്ള വിഷയം കൂടി ഉണ്ട്. അത് ചേർത്ത് വായിക്കണം. എന്നാലും പോട്ടെ. ചിന്തിക്കാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് തിരക്കുള്ളത്. ഇപ്പൊ ഇതുപോലെ ചിന്തിച്ചാൽ പനിക്കൊന്നും ആൾക്കാർ മരുന്ന് മേടിക്കാൻ വേണ്ടി വരും. എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതിനൊന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ എന്നാലും അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമമാണ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കണമല്ലോ. ആദ്യം ഡോക്ടർമാർക്ക് ചിന്താശേഷി ഉണ്ടാവണമല്ലോ. അതിന് ഇത്തരം ബുക്കുകൾ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നണം, പറഞ്ഞു കേട്ടിട്ട്. നമ്മളുടെ ചിന്താശേഷി ഒന്ന് ഉയർത്തിയിട്ട് മതി പേഷ്യനില്ല. ഒന്ന് അതുകൊണ്ട് ഇപ്പോഴേ 2 ബുക്ക് ചെയ്യുന്നു. ഫോൺ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അയച്ചു തരാം. കണ്ടു. അതെ. അപ്പൊ അതാ നേരത്തെ പറഞ്ഞ ശർമ്മ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഈ ഡോക്ടർമാരുന്ന് വൈദ്യമാനി ദുഃഖീവർ വൈദ്യൻ തള്ളേണ്ട രോഗികൾ എന്ന് പറയും. സ്വയം വൈദ്യൻ എന്ന് അഭിമാനിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വലിയ പാടായിരിക്കും. ഡോക്ടർ ബിന്ദുരാജ് അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം, വളരെ സന്തോഷം. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പുസ്തകോത്സവം ഉണ്ടായിരുന്നു സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട്. 4 ദിവസമായിട്ട് നടക്കുന്ന പുസ്തകോത്സവം. അപ്പോൾ ഞാൻ രാവിലെ ചെന്നു. അപ്പോൾ അങ്ങയുടെ ഈ പുസ്തകം 2 പുസ്തകങ്ങളും അവിടെ വലിയൊരു സ്റ്റോളാണ്. ഒരുപാട് പ്രസാധകർ ഉണ്ടായിരുന്നു. ആ പ്രസാധകരുടെ പുസ്തകങ്ങൾക്കിടയിൽ ഞാൻ ശരിക്കും ശ്രദ്ധിച്ച 2 പുസ്തകങ്ങളിൽ ഒന്നാണ് 2 പുസ്തകങ്ങളാണ് ഇത്. വളരെയധികം സത്യത്തിൽ ഈ പേരൊക്കെ ഞാൻ പിന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഞാൻ ഇന്ന് കാണുന്നതൊക്കെ. ശരിക്കും ഞാൻ ആ പുസ്തകങ്ങൾ ഇന്ന് കണ്ടു. വളരെ കിട്ടിലും മട്ടിലും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ഇന്നത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് ഉടനെ തന്നെ ഞാൻ വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയും ഇന്ന് അങ്ങ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നു എന്ന് കണ്ടതും വളരെയധികം സന്തോഷം, വളരെ അഭിമാനവും തോന്നി. കാരണം ആസ് എ ഹോമിയോപ്പത്ത് എനിക്ക് അഭിമാനം തോന്നി ഞങ്ങളുടെ ഫ്ലോറിൽ അദ്ദേഹം അങ്ങ് ഇത് അവതരിപ്പിക്കുന്നല്ലോ എന്ന് വെച്ചിട്ട്. വളരെ സന്തോഷം. എന്തായാലും തുടരുക. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു. അതെ, അതിനാണ് കുമാരനാശാൻ പറഞ്ഞത് കാക്കയും വന്നു പനമ്പഴവും വീണെന്ന്. ഷബി ഡോക്ടറെ, ഡോക്ടർ ഷബി അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാവോ? കേൾക്കാം. എന്താണെങ്കിലും വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ഡോക്ടർമാർ അവരെ ഇഷ്ടത്തിനാണ് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ഫാർമാ ലോബിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പഴയ ഡോക്ടർമാരെ പൈസാറോ കൃഷ്ണദാസാറോ ഒക്കെ ചികിത്സിച്ചിരുന്ന കാലത്ത് ഒരു പനിയായിട്ടൊരു രോഗി വന്നാൽ അവരാദ്യം മൈൽഡായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് കൊടുക്കും. അതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ അവർ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും പിന്നും 2 ദിവസം വെയിറ്റ് ചെയ്യും. കൃഷ്ണദാസ് സാറിന്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞത്, ഈ 100 രോഗികൾ വരുന്നതിൽ 70 പേരും ഓക്കെ ആവും, 30 പേർക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരാറുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഒരു തുമ്മലായിട്ട് എൻ്റെ അടുത്ത് ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വന്നിരുന്നു. പുള്ളി 8 ദിവസം ആന്റിബയോട്ടിക്സ് കഴിച്ചു. എന്തിനാണ്? ആദ്യം പനി, പിന്നെ ചുമ. അപ്പൊ 5 ദിവസം ആദ്യം കൊടുത്തു, കുറവില്ലാത്തതുകൊണ്ട് എന്നോ പിന്നെ 3 ദിവസം കൊടുത്തു. ഇനി പുള്ളിക്ക് ഇത്തിരി വിവരം ഉള്ളത് കൊണ്ട് ഇനി ആന്റിബയോട്ടിക്സ് കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോമിയോയിൽ വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണെങ്കിലും ഡോക്ടറെ ഇതേപോലുള്ള ബുക്കുകൾ ഇനിയും ഉണ്ടാകണം. പബ്ലിക്കിനെ അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകളും. ഷബീഖ് ഡോക്ടർ നാട്ടുകാരനാണ്. ഡോക്ടർ കണിയാപുരത്താണ്, ഇദ്ദേഹം കഴക്കൂട്ടത്താണ്. നാട്ടുകാരൻ തന്നെയാണ്, നമുക്ക് അറിയാതിരിക്കുമല്ലോ. ഷബീഖ് ഡോക്ടർ കണിയാപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ
അത് പ്രോട്ടോകോൾ. ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുത്തു എന്നുള്ളൊരു പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസ് എന്നാൽ പാവം പിടിച്ച് ഡോക്ടർ വീട്ടിലാവും. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? രോഗിക്ക് എന്ത് ഗുണമെന്നുള്ളതല്ല ചോദ്യം, പ്രോട്ടോകോൾ എന്ത് പറയുന്നത് അതുപോലെ പോകും. അപ്പൊ അവിടെയാണ് ഈ പലപ്പോഴും ശരിക്കും ഒരു രോഗിക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും. ഇൻഡിവിജ്വൽ ഒരു കമ്പൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ പലപ്പോഴും പ്രശ്നം വരുന്നു. അപ്പം എന്ത് പറയാൻ, അപ്പൊ ഡിഫെൻസീവ് മെഡിസിൻ എന്ന് പറയും. മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോലും എഴുതി വെക്കും, എന്ത് മരുന്ന് കൊടുത്തു എന്ന് എഴുതി വെക്കും. കാരണം മരുന്ന് കൊടുക്കും, അവിടെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ തെളിവില്ല. അപ്പൊ തെളിവ് ആദ്യം ഉണ്ടാക്കും. അതിന് ഡിഫെൻസീവ് മെഡിസിൻ പറയും. ഇനി ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാനുണ്ടെങ്കിൽ മഷൂർ ഡോക്ടർ സംസാരിക്കാനുണ്ടോ? രഞ്ജീവ് ഡോക്ടറെ, ഡോക്ടർ രഞ്ജീവ് അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഷാജി ഡോക്ടർ ഉണ്ട്. രഞ്ജീവ് ഡോക്ടറെ, ഡോക്ടർ ഷാജി അൺമ്യൂട്ട് ചെയ്യാമോ? കുഞ്ചന്റെ പേര് പണ്ട് പറഞ്ഞ പോലെ കാരസ്കരകൃതം ഗുൽഗുലു ദിക്താകം എന്ന് പറഞ്ഞ പോലെ അത് ആ ഒരു കാലഘട്ടത്തിലേ ഉണ്ട്. ഇപ്പൊ തുടങ്ങിയതല്ല. ഈ മെഡിക്കൽ രംഗത്തുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസ് പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്. ഇപ്പൊ ഷബീർ ഡോക്ടർ പറഞ്ഞ പോലെ ആളുകൾക്ക് കുറെ കൂടെ എന്താ വേണമെന്നുള്ള ഒരു അവരങ്ങ് സജസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന ചെയ്യണേ ഇന്നയാണെന്നുള്ളത്. ടെസ്റ്റ് വല്ലതും ചെയ്യണ്ടേ, ബ്ലഡ് പരിശോധിക്കണ്ടേ, പിന്നെ അത് വേണ്ട ഇത് വേണ്ട ചോദിക്കും. പിന്നെ വിറ്റാമിൻ ഗുളിക വല്ലതും ഉണ്ടോ? ഈ വിറ്റാമിൻ ഗുളിക മാത്രം വാങ്ങിക്കാനായിട്ട് ആശുപത്രി പോകുന്ന രോഗികളുണ്ട്. 3 സ്ഥലത്തും പോകും. ആദ്യം അവിടെ പോയി വിറ്റാമിൻ ഗുളിക വാങ്ങിച്ചിട്ട് അപ്പുറത്ത് കഷായം വാങ്ങിച്ചിട്ട് ഇപ്പുറത്തും വരും. ഈ 3 ഒറ്റ അടിക്കുക. പലയിടത്തും ഈ സ്ഥാപനങ്ങൾ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ ഒരാൾ പറയുണ്ടായി, ഈ കോവിഡ് സമയത്ത് ഈ OP ടിക്കറ്റിന്റെ പുറത്തിറങ്ങാം. അപ്പൊ PSC ഇപ്പൊ ഒരു OP ടിക്കറ്റ് വാങ്ങിക്കും. എന്നിട്ട് വൈറ്റാമിൻ ഗുളിക വാങ്ങിച്ചിട്ട് കിട്ടുന്ന വൈറ്റാമിൻ ഒഴിച്ച് ബാക്കിയുള്ള ഓടെ കളയുന്നു. അപ്പൊ ആശുപത്രിയുടെ ഫ്രണ്ടിലെ ഓടയിൽ തന്നെ മരുന്നുണ്ടെന്നാണ് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ പ്രാക്ടീസും കൂടെ ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കമ്പൗണ്ട്, അതായത് കുടുംബശ്രീ എന്നൊരു വളരെ ശക്തമായ സംവിധാനം കേരളത്തിലുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ, സാറ് ഈ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ അതല്ല, അതിനും അതുക്കും മേലെ എത്തേണ്ട ആളാണെന്ന് എനിക്ക് അദ്ദേഹം സംസാരത്തിന് മനസ്സിലായി. നല്ലൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞത് വളരെ കറക്റ്റായ പോയിന്റ് ആണ്. ഈ കുടുംബശ്രീ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ കഴിയും. ഷാജി ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടർ ഷാജി? എല്ലാവരും മിക്കവാറും ഫോണും ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് വേണ്ട പോയി കാണും. അതിനാണ് സാധ്യത. അപ്പം ഷാർമദ് ഖാൻ എങ്ങനെ, പുസ്തകം എങ്ങനെയാണ്, അതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ട്? പുസ്തകം ആദ്യത്തെ പുസ്തകം ഈ രോഗിയെ മരുന്ന് മാത്രമാണോ ചികിത്സ എന്നുള്ളതിന്റെ 2ാം പതിപ്പ് ഇറങ്ങിയപ്പോ. വെരി ഗുഡ്. അപ്പോ അതും ഇപ്പോ സത്യം പറഞ്ഞ പ്രിന്റ് ചെയ്ത അത്രയും പുസ്തകങ്ങൾ തീർന്നു പോയത് കൊണ്ട് എന്റെ കയ്യിലിരുന്ന കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ഇന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ അതുപോലെ മൂവ്മെന്റ് ഉണ്ട്. 2ാമത്തത് രോഗിയാകാൻ ഇത്ര ധൃതി എന്തിന്, അത് നല്ലപോലെ പോകുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ മാസം 5-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അത് പ്രകാശനം ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ഇപ്പോ ഈ പല ലൈബ്രറികൾക്കും വേണ്ടിയിട്ട് ആ പുസ്തകങ്ങൾ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പൊ അതും ഈ കുട്ടികൾക്കൊക്കെ പ്രയോജനം കൂടുതൽ ചെയ്യുന്ന, കുട്ടികൾക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ രക്ഷകർത്താക്കൾ വായിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പുസ്തകമാണ്. എനിക്ക് ഡോക്ടർ CK രാമേന്ദ്രന് ശേഷം ആയുർവേദത്തിൽ ഒരുപാട് എന്താ പറയുക ഒരു ചലനം ഉണ്ടാക്കിയ പുസ്തകം എഴുതിയ വ്യക്തി ഷർമദ് ഖാൻ ആണെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് പാരമ്പര്യത്തിൽ വന്നതാണ്. കോട്ടക്കൽ അവര് അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിന്ന് വന്ന ഷർമദ് ഖാൻ പറയണം. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ പബ്ലിക്കേഷൻസ് നമ്മൾ ഈ പുസ്തകം ഒന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം, ആരോഗ്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തത്, ആരോഗ്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരണ യോഗ്യമായവ കിട്ടുന്നില്ല. ഈ 2 വിഷയങ്ങൾ കൂടി ഉണ്ട്. പിന്നെ പൊതുവെ പുസ്തകങ്ങൾ വായിക്കുവാൻ ഇപ്പൊ ആള് കുറഞ്ഞിടത്താണ് നമ്മൾ ഇത്രയും പുസ്തകങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് വായന തിരിച്ചു വരുന്നത് കൊണ്ടാണോ അത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വാങ്ങണതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുസ്തകം പോകുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ അവരുടെ ആരോഗ്യം അവർക്ക് നോക്കണ്ടേ. കാരണം പൊതുവെ വായന കുറവാണ്. പിന്നെ ഈ വായനയാണ് ആ വായനയാണെന്ന് പറഞ്ഞ പുസ്തകമായിട്ട് വായന വളരെ കുറവാണ്. പിന്നെ വായിച്ചാൽ എത്ര മാർക്ക് കിട്ടും അടുത്തൊരു ചോദ്യമുണ്ട്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡയബറ്റിസ് ഉള്ള ഒരാൾ
നിങ്ങൾ ആ ഡയബറ്റീസിന്റെ ചാപ്റ്റർ മാത്രം വായിക്കുക. നിങ്ങൾക്കുള്ള അസുഖങ്ങളുടെ പുസ്തകം, ഉള്ള അസുഖങ്ങൾ എന്താണോ അതിൽ ഉള്ള നിർദ്ദേശങ്ങൾ മാത്രം വായിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു 20 പേജെങ്കിലും വായിക്കാനുണ്ടാവും. കാരണം ഒരാളിന് തന്നെ 5-6 രോഗങ്ങളില്ലേ ഇപ്പോ. അപ്പൊ അത്രത്തോളം വായിക്കാനുണ്ടാവും. അപ്പൊ ഈ വായിച്ച സാധനങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, വീണ്ടും വീണ്ടും ഓർമ്മിക്കണമെങ്കിൽ ഈ പുസ്തകം വീട്ടിൽ വെച്ച് ഇത് വീണ്ടും പലതവണ നമ്മൾ റെഫറൻസിന് ഉപയോഗിക്കുന്നത് പോലെ ചെയ്താൽ മാത്രമേ അവർക്ക് ഉപയോഗപ്പെടൂ എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ല റിവ്യൂസ് ആണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ തരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ മരുന്ന് കഴിച്ച് രോഗങ്ങൾ ശരിയാണ്. ഇപ്പൊ നമുക്കറിയാം ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞ് ചികിത്സ തുടങ്ങി ഇപ്പൊ ഒരുപാട് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് പിന്നെ ഇത് ശരിക്കും സമൂഹം ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ജീവിതശൈലിയിൽ നിന്ന് ആക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം ആരാ ഉണ്ടാക്കിയെടുത്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു കാലത്ത് പ്രമുഖരായ പല ആരോഗ്യ പ്രവർത്തകരും പെട്ടിയും കൊണ്ട് നാട് നീളം നടന്ന് പ്രോട്ടീൻ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഹൈജീൻ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ നല്ലത്. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും കൂടിയായിട്ടാണ് പലപ്പോഴത്തെ ശൈലി ഉണ്ടായെന്ന് പറയേണ്ടി വരും. പലപ്പോഴും ആഹാര രീതിയിൽ മാറ്റം വന്നു, അല്ലേ? കൺവെൻഷണൽ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ മാറി. അതുപോലെ തന്നെ ഈ സ്കൂൾ കുട്ടികളിൽ സ്നാക്സ് ഇത് എവിടുന്നാണ് തുടങ്ങിയത്? ഏത് വർഷത്തിലാണ് തുടങ്ങിയത്? നമ്മളാരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പൊ കേരളത്തിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ധാരാളം തുടങ്ങുകയും അവിടെ ഒരു പുതിയ ശൈലി കൊണ്ടുവരികയും 11 മണി സമയത്ത് 10 മണി സമയത്ത് ബിസ്ക്കറ്റും പല സാധനങ്ങളും തീറ്റി തുടങ്ങിയതോടുകൂടിയാണ് നാശം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ചാനലുകളാണ്. അത് പറയാൻ നിർത്തിയില്ല. ഇതെല്ലാം കൂടെ ഒരു തരത്തിൽ പറഞ്ഞ ഇൻഡക്റ്റഡ് ട്രാജഡിയാണെന്ന് പറയേണ്ടി വരും ഓരോ കാര്യങ്ങളും. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി വരുന്നു. നമുക്ക് മറിയാമ്മ ഡോക്ടറെ ഇതിന് നന്ദി പറയാൻ വിളിക്കാം. ഡോക്ടർ മറിയാമ്മ. രോഗിയാകാൻ ഇത്ര ധൃതി എന്ത്? മരുന്ന് മാത്രമാണോ ചികിത്സ? എന്നീ 2 പുസ്തകങ്ങളെ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ സമദ് ഖാൻ, സീനിയർ മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, വർക്കല. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രയോജനമുള്ള രണ്ട് വിഷയങ്ങളാണ് ഡോക്ടർ എടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വിവരിച്ചു തന്ന ഡോക്ടറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഈ ആരോഗ്യ രംഗത്തെക്കുറിച്ചും ഇന്നുള്ള ഏതൊക്കെ ചികിത്സാ രീതികളാണെന്ന്, അതുപോലെ തന്നെ എങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കണമെന്നും ഉപയോഗിക്കരുതെന്നും ജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്തുന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ഇന്ദ്രൻ സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ മനോജ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എഴുത്തച്ഛൻ പറഞ്ഞ പോലെ മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ഛിദ്രവും പാർത്ത് പാർത്ത് ഉള്ളിൽ കഴിയുന്നു. ഇപ്പൊ കാരണങ്ങളെല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കാനാണ് ഈ ഭക്ഷണം എന്ന കമ്പോണന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വളരെ പ്രധാനം. അത് ആയുർവേദത്തിന് ധാരാളം ചെയ്യാനുണ്ട്. നമ്മുടെ ഇതിനകത്ത് ഒരു 6-7 ദിവസങ്ങളിലായിട്ട് വെച്ചിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ പോലെ വൈദികീയ സുഭാഷിതങ്ങൾ ഇനിയും വെക്കുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നമുക്ക് നാളെ ഏകദേശം വീണ്ടും കാണാം. ഇന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.